ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ്. ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ്. ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ്. ശ്രീമതി സുഗതകുമാരി മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവായ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു ശ്രീമതി സുഗതകുമാരി. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃത പണ്ഡിതയായ VK കാർത്യായനിയമ്മയുടെയും മകളാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായിരുന്നു ശ്രീമതി സുഗതകുമാരി. പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഗതികളായ വനിതകൾക്കും മാനസിക വൈകല്യമുള്ളവർക്കും ഡേ കെയർ സെന്ററായി പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്ഥാപനത്തിന്റെയും സ്ഥാപക സെക്രട്ടറിയായിരുന്നു ഇവർ. സേവ് സൈലന്റ് വാലി പ്രതിഷേധത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. 2020 ഡിസംബർ 23 മരണമടഞ്ഞത്. 1934 ജനുവരി 22 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴുവേലിൽ തറവാട്ടിൽ ജനിച്ചു. പിതാവ് ബോധേശ്വരൻ കേശവപിള്ള, മാതാവ് VK കാർത്യായനിയമ്മ. പരേതരായ ഹൃദയകുമാരിയും സുജാത ദേവിയുമാണ് സഹോദരിമാർ. തത്വശാസ്ത്രത്തിൽ MA ബിരുദം നേടിയിട്ടുണ്ട്. സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ സുഗതകുമാരി വലിയ പങ്കുവഹിച്ചു. അഭയ ഗ്രാമം, അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടി അത്താണി എന്ന ഭവനം, മാനസിക രോഗികൾക്ക് വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആയിരുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുഗതകുമാരി അശ്രാന്തം പരിശ്രമിച്ചിരുന്നു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് 2009 അർഹയായിട്ടുണ്ട്. തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പലായിരുന്നു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന തളിര് എന്ന മാസികയുടെ ചീഫ് എഡിറ്ററായിരുന്നു. പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറി. സാമൂഹിക സേവനത്തിനുള്ള ലക്ഷ്മി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഭർത്താവ് പരേതനായ ഡോക്ടർ K വേലായുധൻ നായർ, മകൾ ലക്ഷ്മി. അധ്യാപികയും വിദ്യാഭ്യാസ വിദഗ്ധയുമായ ഹൃദയകുമാരി സഹോദരിയാണ്. സൈലന്റ് വാലി അഥവാ നിശബ്ദവനം എന്ന കവിത സുഗതകുമാരിയുടെ പ്രകൃതിയോടുള്ള ആത്മബന്ധത്തിന്റെ അടയാളമാണ്. ഇതിൽ സൈലന്റ് വാലി നഷ്ടപ്പെടുമോ എന്ന കവയിത്രിയുടെ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. പ്രധാന കൃതികൾ: മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി 1967. പാവം മാനവ ഹൃദയം, പ്രണാമം, ഇരുൾ ചിറകുകൾ, രാത്രിമഴ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, സാഹിത്യ പ്രവർത്തക അവാർഡ് 1977. അമ്പലമണി 1981 ആശാൻ പ്രൈസ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം. കുറിഞ്ഞിപ്പൂക്കൾ 1987 ആശാൻ സ്മാരക സമിതി മദ്രാസ് അവാർഡ്. തുലാവർഷപ്പച്ച 1990 വിശ്വദീപം അവാർഡ്. രാധയെവിടെ 1995 അബുദാബി മലയാളി സമാജം അവാർഡ്. കൃഷ്ണ കവിതകൾ ജന്മാഷ്ടമി പുരസ്കാരം, എഴുകോൺ ശിവശങ്കരൻ സാഹിത്യ അവാർഡ്. മേഘം വന്നു തൊട്ടപ്പോൾ ലേഖനങ്ങൾ, ദേവദാസി, വാഴത്തേൻ, മലമുകളിലിരിക്കെ, സൈലന്റ് വാലി, നിശബ്ദവനം. വായാടിക്കിളി, കാടിനു കാവൽ, കാവുതീണ്ടല്ലേ ലേഖനങ്ങൾ. വാരിയല്ല് ലേഖനങ്ങൾ. സഹ്യഹൃദയം, പെൺകുഞ്ഞ് 90. പുരസ്കാരങ്ങൾ: 1968 പാതിരാപ്പൂക്കൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. 1978 രാത്രിമഴ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. 1982 അമ്പലമണി ഓടക്കുഴൽ പുരസ്കാരം. 1984 അമ്പലമണി വയലാർ അവാർഡ്. 2001 ലളിതാംബിക അന്തർജനം അവാർഡ്. 2003 വള്ളത്തോൾ അവാർഡ്.
2004 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, 2004 ബാലാമണിയമ്മ അവാർഡ്, 2006 പത്മശ്രീ പുരസ്കാരം, പ്രകൃതി സംരക്ഷണ യത്നങ്ങൾക്കുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്, സാമൂഹിക സേവനത്തിലുള്ള ജംസർവ് അവാർഡ്, 2009 എഴുത്തച്ഛൻ പുരസ്കാരം, 2013 മണലെഴുത്ത്, 2012 സരസ്വതി സമ്മാൻ, 2017 ONV സാഹിത്യ പുരസ്കാരം, 2018 കേരള ഫോക്കസ് ലളിതാംബിക അന്തർജനം ഫൗണ്ടേഷൻ സമഗ്ര സംഭാവനയ്ക്കുള്ള ആദരം, 2018 കടമനിട്ട പുരസ്കാരം. 2020 ഡിസംബറിൽ COVID-19 ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ 2020 ഡിസംബർ 23 രാവിലെ 10:50 സുഗതകുമാരി ടീച്ചർ അന്തരിച്ചു. മരണസമയത്ത് 86 വയസ്സായിരുന്നു ടീച്ചർക്ക്. വാർദ്ധക്യ സഹജമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അലട്ടിയിരുന്ന ടീച്ചറിനെ ആദ്യം നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീടാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടം ശ്മശാനത്തിൽ സംസ്കരിച്ചു.